നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുണ്യങ്ങളുടെ പൂക്കാലം പിന്നിട്ട മുസ്ലിം സമൂഹത്തിന് ആത്മഹർഷത്തിന്റെ ചെറിയ പെരുന്നാൾ. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ പതിനായിരങ്ങൾ പങ്കെടുത്തു. വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിച്ചത് വ്രതനാളുകളിൽ ആർജിച്ച ഹൃദയവിശുദ്ധിയോടെ. പെരുന്നാൾ ദിനത്തിൽ ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുത്ത് വിശ്വാസികൾ. പാലപ്പുറം ഇത്തനത്തുൽ മുസ്ലിം ജമാഅത്തിന്റെ ത്രൈമാസ ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കം. ഷൊർണൂരിൽ ലഹരിക്കെതിരെ ഈദ് സൗഹൃദ ചങ്ങല. നഗരത്തിൽ വിശ്വാസികൾ കണ്ണിചേർന്നത് നുസ്രത്തുൽ ഇസ്ലാം മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. വിവിധ ഈദ്ഗാഹുകളിൽ ലഹരിക്കെതിരെ അതീവ ജാഗ്രത പാലിക്കാൻ ആഹ്വാനം. തൃശൂർ പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടും. പൂരം വെടിക്കെട്ടിന് പ്രധാന വെല്ലുവിളി കേന്ദ്ര നിയമം. ഒറ്റപ്പാലം മീറ്റ്നയിൽ അതിർത്തി തർക്കത്തിനിടെ സഹോദരങ്ങൾ തമ്മിൽ സംഘർഷം. ജ്യേഷ്ഠ സഹോദരനും മകനും ചേർന്ന് അനുജനെ തെർമോകോൾ കത്തി ഉപയോഗിച്ച് മാരകമായി പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റത് മീറ്റ്ന പാറക്കൽ വീട്ടിൽ ബാലകൃഷ്ണന്. മുതുകിൽ 30ഓളം തുന്നലുകൾ. ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു. സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം യജ്ഞവുമായി കൈകോർത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. വൃത്തിയുള്ള കേരളം എന്ന ലക്ഷ്യത്തോടെ നഗരഗ്രാമങ്ങളിൽ വിപുലമായ കർമ്മ പദ്ധതികൾ. മാത്തൂർ മണ്ണൂർ പഞ്ചായത്തുകളെ മാലിന്യമുക്ത ഗ്രാമങ്ങളായി പ്രഖ്യാപിച്ചു. ഓങ്ങല്ലൂരിൽ മാലിന്യമുക്ത നവകേരളം പഞ്ചായത്ത് തല ഉദ്ഘാടനം. പുണ്യങ്ങളുടെ പൂക്കാലം പിന്നിട്ട മുസ്ലിം വിശ്വാസികൾക്ക് ആത്മഹർഷത്തിന്റെ ചെറിയ പെരുന്നാൾ. രാവിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ പതിനായിരങ്ങൾ പങ്കെടുത്തു. വ്രതനാളുകളിൽ ആർജിച്ച ഹൃദയ വിശുദ്ധിയോടെയാണ് മുസ്ലിം സമൂഹത്തിന്റെ ഈദുൽ ഫിത്തർ. വിശ്വാസികൾ അത്യാഹ്ലാദത്തോടെയാണ് ചെറിയ പെരുന്നാളിനെ വരവേറ്റത്. തൃശൂർ ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ CMS സ്കൂളിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. വെളിയന്നൂർ ഹിറ മസ്ജിദ് ചീഫ് ഇമാം അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ ഈദ് സന്ദേശം നൽകി. റവന്യൂ മന്ത്രി K രാജൻ, മേയർ MK വർഗീസ്, MLA P ബാലചന്ദ്രൻ, ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ, തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPS എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി K രാജൻ ഈദ് ആശംസകൾ നേർന്നു. 29 ദിവസക്കാലത്തെ കഠിനമായിട്ടുള്ള വ്രതാനുഷ്ഠാനങ്ങളുടെ ഒടുവിൽ ചെറിയ പെരുന്നാളിൻ്റെ വിശാലമായിട്ടുള്ള മനുഷ്യ സംസ്കാര സ്നേഹത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. വിശ്വാസങ്ങളിലെല്ലാം തീർച്ചയായിട്ടും നമ്മുടെ മതവിശ്വാസങ്ങളുണ്ടാകും. പക്ഷേ ആഘോഷങ്ങൾ എപ്പോഴും മതനിരപേക്ഷവുമാണ്. ആ ആഘോഷങ്ങളെ ഇന്ന് അപായകരമാം വിധത്തിൽ ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്ന മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരിക്കെതിരായിട്ടുള്ള വലിയ കരുതലും ശ്രദ്ധയും നമുക്കുണ്ടാകണം. പാലക്കാടും ചെറിയ പെരുന്നാൾ വിപുലമായി ആഘോഷിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ ഈദ്ഗാഹുകൾ നടന്നു. വിശ്വാസികൾ സഹിഷ്ണുതയോടെ സമൂഹത്തിൽ ഇടപെടണമെന്നും സഹജീവികളോട് കരുണയുള്ളവരും സ്നേഹം കൈവെടിയാത്തവരുമായിരിക്കണമെന്നും നമസ്കാരത്തിനു മുമ്പ് നടന്ന പ്രഭാഷണത്തിൽ പള്ളികളിൽ നിസ്കാരത്തിന് നേതൃത്വം നൽകിയ ഉസ്താദുമാർ പറഞ്ഞു. യുവാക്കളിൽ മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ദീനീയ മാർഗങ്ങൾ കൈവിടാതെ മുന്നോട്ടു പോകണമെന്നും അത്തരം സാഹചര്യം നേരായ മാർഗം കാട്ടിത്തരുമെന്നും പണ്ഡിതർ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. STV ന്യൂസ്, തൃശൂർ, പാലക്കാട്. മാനവിക സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാനും മർദ്ദിത ജനതയെ ചേർത്ത് പിടിക്കാനും കഴിയണമെന്ന് പാലക്കാട് സിറ്റി ജുമാ മസ്ജിദ് ഖത്തീബ് ബഷീർ ഹസൻ നദ്വി. സിറ്റി ഈദ്ഗാഹ് കമ്മിറ്റി പാലക്കാട് മിഷൻ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ എല്ലാവരും ഒന്നിച്ച് അണിനിരക്കണമെന്നും ധാർമ്മിക സദാചാര മൂല്യങ്ങൾ വീണ്ടെടുക്കാനും ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയെടുത്ത ജീവിതവിശുദ്ധി നിലനിർത്താനും വിശ്വാസികൾ ശ്രമിക്കണമെന്നും ബഷീർ ഹസൻ നദ്വി പറഞ്ഞു. ഈദ് നമസ്കാര ശേഷം നടന്ന ഈദ്ഗാഹിൽ സൗഹൃദ മീറ്റ് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് ഹാരിസ് മൗലവി, നഗരസഭാ കൗൺസിലർമാരായ KM സുലൈമാൻ, ബഷീർ, സുൽഫീക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂരിൽ ലഹരിക്കെതിരെ ഈദ് സൗഹൃദ ചങ്ങല. ഈദ് നമസ്കാരത്തിന് ശേഷം
നുസ്രത്തുൽ ഇസ്ലാം മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ ടൗണിലാണ് സൗഹൃദ ചങ്ങല തീർത്തത്. നൂറുകണക്കിന് ആളുകൾ ചങ്ങലയിൽ കണ്ണികളായി. സൗഹൃദ ചങ്ങലയുടെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങ് ഷൊർണൂർ CI രവികുമാർ ഉദ്ഘാടനം ചെയ്തു. എന്തായാലും ഇങ്ങനെ ഒരു അവസരത്തിൽ വന്ന് രണ്ട് വാക്കുകൾ സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഈദ് ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു വിശേഷപ്പെട്ട കാര്യം ഏറ്റെടുത്ത് ഇതിൻ്റെ ഒരു പ്രസക്തി എല്ലാവരെയും അറിയിക്കാനായിട്ട് നിങ്ങൾ ഇത്തരത്തിലൊരു ചങ്ങല, സൗഹൃദ ചങ്ങല സംഘടിപ്പിച്ചതിന് സംഘാടകരോടും വളരെ സ്നേഹത്തോടു കൂടി ആശംസകൾ അറിയിക്കുകയാണ്. മഹല്ല് പ്രസിഡന്റ് KM ജലീൽ, ഖത്തീബ് അർഷദ് മുഹമ്മദ് നദ്വി തുടങ്ങിയവർ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. ലഹരിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഷൊർണൂർ മഹല്ല് കമ്മിറ്റി സ്വീകരിക്കുമെന്ന് ചടങ്ങിൽ തീരുമാനമെടുത്തു. ജനറൽ സെക്രട്ടറി ഫൈസൽ ആലഞ്ചേരി, പ്രോഗ്രാം കോർഡിനേറ്റർ മജീദ് ഷൊർണൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പെരുന്നാൾ ദിനത്തിൽ ലഹരിയെ തുരത്താൻ പ്രതിജ്ഞയെടുത്ത് വിശ്വാസികൾ. പാലപ്പുറം ഇത്തനത്തുൽ മുസ്ലിം ജമാഅത്തിന്റെ ത്രൈമാസ ലഹരി വിരുദ്ധ ക്യാമ്പയിന് പെരുന്നാൾ ദിനത്തിൽ തുടക്കമായി. കരുത്താകാം കരുതലേകാം എന്ന തലക്കെട്ടോടെ നടത്തുന്ന ത്രൈമാസ ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ് പാലപ്പുറത്ത് തുടക്കമായത്. പാലപ്പുറം ഇയാനത്തുൽ മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പയിൻ. യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന മദ്യാസക്തിയും അതുവഴി വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാകുന്ന അരാജകത്വങ്ങളെക്കുറിച്ചും മയക്കുമരുന്ന് സൃഷ്ടിക്കുന്ന സാമൂഹ്യ ദുരന്തങ്ങളെക്കുറിച്ചും ബോധവൽക്കരിക്കേണ്ട ഉത്തരവാദിത്തം മഹല്ല് ജമാഅത്തുകൾക്കുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഈ പശ്ചാത്തലത്തിലാണ് പാലപ്പുറം ഇയാനത്തുൽ മുസ്ലിം ജമാഅത്ത് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ആചരിക്കുന്നത്. ജമാഅത്ത് പ്രസിഡന്റ് CK മുഷ്താഖ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇമാം സയ്യിദ് അബൂ താഹിർ തങ്ങൾ, ഹുസൈൻ മുസ്ലിയാർ, അഹമ്മദ് മുസ്ലിയാർ, ജമാഅത്ത് ജനറൽ സെക്രട്ടറി KV അബ്ദുൽ സമദ്, ഭാരവാഹികളായ AN അമീർ അബ്ബാസ്, K ഷൗക്കത്ത് അലി, CK നൌഷാദ് അലി, PA ലത്തീഫ്, VP അബൂബക്കർ, T അബൂബക്കർ ഹാജി, അഫ്സൽ, അസ്കർ, മുഹമ്മദ് റഷീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ലഘുലേഖ വിതരണം, ലഹരിവിരുദ്ധ കൂട്ടായ്മ, ബോധവൽക്കരണ ക്ലാസുകൾ, സൈക്കിൾ റാലി, പോസ്റ്റർ പ്രദർശനം, ഹോം വിസിറ്റ് തുടങ്ങിയ പരിപാടികളാണ് ക്യാമ്പയിൻ കാലയളവിൽ നടത്തുക. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. റംസാൻ പകലുകൾ നോമ്പെടുത്തും രാത്രിയിൽ ഉയർന്ന പ്രാർത്ഥനകളോടെയും മനസ്സും ശരീരവും ധന്യമാക്കിയ നിർവൃതിയിലാണ് വിശ്വാസി സമൂഹം. വ്രതശുദ്ധിയുടെ പെരുന്നാൾ ആഘോഷം അവിസ്മരണീയമായി. ചെറുതുരുത്തിയിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക്. ചെറുതുരുത്തി പൈങ്കുളം റോഡ് 1-ാം മൈൽ നുസ്രത്തുൽ ഇസ്ലാം മസ്ജിദിൽ ചെറിയ പെരുന്നാൾ നിസ്കാരം നടന്നു. പള്ളിമുക്രി അഷ്റഫ് ഉസ്താദ് സുഹബി നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചതോടെ നിരവധി വിശ്വാസികളാണ് പള്ളിയിൽ എത്തിയത്. തുടർന്ന് 8 മണിയോടെ ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് തുടക്കമായി. നിങ്ങൾ ഏത് രാഷ്ട്രീയമായാലും ഏത് സംഘടനയായാലും മനുഷ്യൻ എന്ന നിലയ്ക്ക് മാനുഷികത എന്ന പരിഗണന വേണമെന്നും നിങ്ങൾ പരസ്പരം ഛിന്നഭിന്നമായി പോകരുത് എന്നും ഖുർആന്റെ വലിയ സന്ദേശം ഓർമ്മപ്പെടുത്തുകയാണെന്ന് പെരുന്നാൾ നിസ്കാര സന്ദേശത്തിൽ പള്ളി ഖത്തീബ് അബ്ദുൾ റഹ്മാൻ ഹസ്സരി പറഞ്ഞു. തുടർന്ന് ചെറിയ പെരുന്നാൾ നമസ്കാരം ഹസ്കരിയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനയോടെ നടന്നു. الذي لا من شيء كان ولا من شيء خلق ما كان قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين. വിശ്വാസികൾ പരസ്പരം മധുരം നൽകി. പ്രാർത്ഥനയ്ക്ക് ശേഷം ചെറുപ്പമെന്നോ വലിപ്പമെന്നോ പ്രായമില്ലാതെ എല്ലാവരെയും ആലിംഗനം ചെയ്തു. ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയും ചെയ്തു. തുടർന്ന് യുവാക്കളുടെ നേതൃത്വത്തിൽ സെൽഫി ഫോട്ടോ എടുക്കലും പള്ളി അങ്കണത്തിൽ നടന്നിരുന്നു. പള്ളി പ്രസിഡന്റ് മുഹമ്മദ് മാസ്റ്റർ, പള്ളി വൈസ് പ്രസിഡന്റ് പുറക്കോട്ടിൽ ഹംസ, സെക്രട്ടറി അബ്ദുൽ ഖാദർ ഹാജി, ട്രഷറർ അബൂബക്കർ സിദ്ദിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് പട്ടാമ്പി ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ ഈദ്ഗാഹിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പട്ടാമ്പി MES സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു ചെറിയ പെരുന്നാൾ നമസ്കാരം. രാവിലെ 7:15 പെരുന്നാൾ നമസ്കാരം ആരംഭിച്ചു. സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ഡോക്ടർ P. അബ്ദു സലഫി നേതൃത്വം നൽകി. അകന്നു പോയിരുന്നു.
പക്ഷെ ഒരു റമദാനോടുകൂടി റബ്ബിലേക്ക് കുറെയൊക്കെ തിരിച്ചു വരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നമസ്കാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിച്ച് സക്കാത്ത് നൽകി ദാനധർമ്മങ്ങൾ നൽകി സമ്പത്ത് ശുദ്ധീകരിച്ച് റബ്ബിലേക്ക് ഒന്നുകൂടി അടുത്തു വരാൻ നമുക്ക് കഴിഞ്ഞു. നമ്മുടെ സംസാരങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളുമൊക്കെ മുമ്പത്തേക്കാൾ മെച്ചപ്പെടുത്തി നന്നാക്കി നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവ് തൃപ്തിപ്പെടുന്ന രൂപത്തിലാക്കി മാറ്റാനുള്ള കുറെ ശ്രമങ്ങൾ നടത്തി. അങ്ങനെ സൃഷ്ടാവായ റബ്ബിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ശ്രമം നടത്തി. ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചുകൊണ്ട് കഴിഞ്ഞുപോയ തെറ്റുകളെ കുറിച്ചോർത്ത് മനം നൊന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കാനും അങ്ങനെ റബ്ബിലേക്ക് മടങ്ങാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ തിരിച്ചുവരവ്, ഈ ഒരു വീണ്ടെടുപ്പ് ജീവിതത്തിലൂടെ നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞാലാണ് നമ്മുടെ ഈദ് യാഥാർത്ഥ്യമായി തീരുന്നത്. ലഹരി വിരുദ്ധ പ്രതിജ്ഞയോടെയായിരുന്നു ഈദ്ഗാഹിന് തുടക്കം കുറിച്ചത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് സമാപ്തി കുറിച്ച് മണ്ണൂർ കൊട്ടക്കുന്ന് ജുമാ മസ്ജിദിൽ ചെറിയ പെരുന്നാൾ നമസ്കാരം നടന്നു. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുസ്ലിം സമൂഹം പങ്കാളികളാകണമെന്ന് നമസ്കാരത്തിന് നേതൃത്വം നൽകിയ സൈദലവി അൻവരി പറഞ്ഞു. കുട്ടികളും മുതിർന്നവരുമടക്കം തൂവെള്ള വസ്ത്രമണിഞ്ഞ് 250-ലേറെ പേർ പള്ളിയിലെത്തി. രാവിലെ 8 മണിക്കാണ് നമസ്കാരം തുടങ്ങിയത്. സൈദലവി അൻവരി നമസ്കാരത്തിന് നേതൃത്വം നൽകി. സ്നേഹവും സന്തോഷവും നിലനിർത്താനും മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കാനും സഹോദരന്മാർക്ക് കഴിയേണ്ടതുണ്ടെന്നും വ്യക്തമായ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുസ്ലിം സഹോദരങ്ങൾ പങ്കാളിയാകണമെന്നും അദ്ദേഹം പ്രഭാഷണത്തിൽ പറഞ്ഞു. പലസ്തീൻ ജനതയുടെ മോചനത്തിനും സമാധാനത്തിനുമായി പ്രത്യേക പ്രാർത്ഥനകളും നടത്തി. ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ മതിമറന്നാഹ്ലാദിച്ചുകൊണ്ട് അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കാനല്ല പരിശുദ്ധമായ ഇസ്ലാം കൽപ്പിക്കുന്നത്. മറിച്ച് നാം നേടിയെടുത്ത ആത്മീയത ജീവിതത്തിലുടനീളം അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഊർജവും ഒരു കരുത്തും ആർജിച്ചെടുക്കാനാണ് ഈ സന്തോഷത്തിന്റെയും ഈ ആഹ്ലാദത്തിന്റെയും സുദിനം നാം തിരഞ്ഞെടുക്കേണ്ടത്. ന്യൂസ് ബ്യൂറോ, പതിരിപ്പാല. ചെറിയ പെരുന്നാളിന്റെ ഭാഗമായി പട്ടാമ്പി വലിയ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. സൈദലവി ഫൈസി അരിപ്ര പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. കൊടുത്തുകയാണ്. സാധാരണ ഒരു കല്ല് കുടിച്ചിട്ട് 10, 20, 25 കൊല്ലം ഒരു പക്ഷെ അവന് ജീവിക്കാൻ അവസരമുണ്ടായി എന്ന് വരാം, അല്ലെങ്കിൽ 30, 35 കൊല്ലം. എന്നാൽ ഈ സാധനം ഉപയോഗിക്കുന്നവന് ആയുസ് വളരെ കുറവായിരിക്കും. നിങ്ങളെ കൊണ്ട് നാട്ടിൽ എന്തെല്ലാം നന്മകൾ ഉണ്ടാവണം, പക്ഷേ ഏതെങ്കിലും ഒരു MDMന്റെയോ മറ്റു ഏതെങ്കിലും ലഹരി വസ്തുക്കളുടെ അടിമയായി 10, 12 വർഷം കൊണ്ട് അല്ലെങ്കിൽ 5, 6 വർഷം കൊണ്ട് ജീവിതം അവസാനിപ്പിച്ചു പോവേണ്ടവരല്ല. ഇത് മുമ്പുള്ള ലഹരികളെ പോലെയല്ല. ഇത് ഗൗരവമാണ്. ഇത് മനുഷ്യന്റെ ശരീരം നശിക്കുമ്പോ അവന് സാമ്പത്തിക നഷ്ടമുണ്ടായത്. പറളി എടത്തറ 5-ാം മൈൽ നൂറുൽ ഹുദ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 5-ാം മൈൽ കോട്ടയിൽ കൺവെൻഷൻ സെന്ററിൽ നടത്തിയ ഈദ്ഗാഹിന് ജമാഅത്തെ ഇസ്ലാമി പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് ബുഷൈറുദ്ദീൻ ഷർക്കി നേതൃത്വം നൽകി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. CH യൂത്ത് സെന്ററിന്റെയും ഗ്ലോബൽ KMCC പട്ടാമ്പിയുടെയും നേതൃത്വത്തിൽ പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശുപത്രി ജീവനക്കാർക്കും ഭക്ഷണം വിതരണം ചെയ്തു. ചെറിയ പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായാണ് ഭക്ഷണ വിതരണം നടത്തിയത്. മുസ്ലിം യൂത്ത് ലീഗ് പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന CH യൂത്ത് സെന്ററിന്റെയും ഗ്ലോബൽ KMCC പട്ടാമ്പിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ചെറിയ പെരുന്നാൾ ദിനത്തിൽ രാവിലെ പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും ഭക്ഷണ വിതരണം നടത്തിയത്. മുസ്ലിം ലീഗ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം KP വാപ്പുട്ടി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി യൂത്ത് ലീഗ് കമ്മിറ്റി നടത്തുന്ന നോമ്പ് സമയത്ത് നോമ്പ് തുറക്കുന്നതിനുള്ള ഭക്ഷണവും അത്താഴത്തിലുള്ള ഭക്ഷണവും 29 ദിവസം കൊടുത്ത് അതിൻ്റെ സമാപനമാണ്. ഇന്ന് ഇവിടെ KMCCയുടെ ഗ്ലോബൽ KMCC പട്ടാമ്പിയാണ് ഇനി ഇതിൻ്റെ ഭക്ഷണത്തിൻ്റെ ഏറ്റെടുത്തിട്ടുള്ളത്. KMCC വൈസ് പ്രസിഡന്റ് മുഹമ്മദ് പട്ടാമ്പി മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ VO സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. CA സാജിദ്, KT കുഞ്ഞുമുഹമ്മദ്, KPA റസാഖ്, റിയാസ് നമ്പ്രം, TP ഉസ്മാൻ, ഉമ്മർ പാലത്തിങ്കൽ, ഹബീബുള്ള തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി വർഷങ്ങളായി റംസാനിൽ CH യൂത്ത് സെന്ററിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ നോമ്പുതുറയും വിഭവസമൃദ്ധമായ ഭക്ഷണവും നൽകി വരുന്നുണ്ട്.
ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. KMCCകളുടെ കാരുണ്യ പ്രവർത്തനം മാതൃകാപരമാണെന്ന് മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ ഖത്തർ KMCC ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുള്ളൂർക്കരയിൽ സംഘടിപ്പിച്ച റിലീഫ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു മാസം എന്നുള്ളത് ഒരു വർഷത്തിൽ കിട്ടുന്ന ഏറ്റവും അള്ളാഹു നൽകുന്ന ഒരു വലിയ ഒരു സന്തോഷത്തിൻ്റെ മാസമാണ്. ആ മാസം കഴിഞ്ഞ വെള്ളിയാഴ്ച ആ മാസത്തോടുള്ള സലാം പറയൽ ഖുത്ബയിലൂടെ നിർവഹിച്ചു കഴിഞ്ഞു. ഈ മാസം തീർന്നു പോവുക എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിന് ഉള്ളം പിടക്കും എന്നുള്ളത് സത്യമാണ്. കാരണം എല്ലാ സൽപ്രവർത്തനങ്ങൾക്കും 70 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമളാനിൽ ചെയ്യുന്ന സേവനങ്ങൾ വിലമതിക്കാനാകാത്തതാണെന്നും അശരണർക്കും നിരാലംബർക്കും പ്രതീക്ഷ KMCC മാത്രമായി മാറുന്നതാണ് വർത്തമാനകാല ചരിത്രമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഖത്തർ KMCC മണ്ഡലം പ്രസിഡന്റ് TA അഷറഫ് അധ്യക്ഷത വഹിച്ചു. KMCC ജില്ലാ കൗൺസിലർ ഇബ്രാഹിം, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി PA അബ്ദുൽ കരീം, STU ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ സലാം, PV അലി, PA സുലൈമാൻ, VM ജാഫർ, ഖത്തർ KMCC മണ്ഡലം സെക്രട്ടറി TM കബീർ, CKM അഷറഫ്, യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് PY അഫ്സൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ചികിത്സാ ധനസഹായവും ഭവന നിർമ്മാണ സഹായവും റിലീഫ് പ്രവർത്തനങ്ങളും നടത്തി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം മീറ്റ്നയിൽ അതിർത്തി തർക്കത്തെ തുടർന്ന് സഹോദരനെ തെർമോകോൾ ബ്ലേഡ് ഉപയോഗിച്ച് കീറിമുറിച്ചു. സഹോദരങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 49 വയസ്സുള്ള പാറക്കൽ ബാലകൃഷ്ണനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു. ഒറ്റപ്പാലം മീറ്റ്നയിൽ സഹോദരങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. ജ്യേഷ്ഠൻ ബാലസുബ്രഹ്മണ്യനും ജ്യേഷ്ഠന്റെ മകൻ സുരേഷ് ഗോപിയും ചേർന്ന് അനുജൻ ബാലകൃഷ്ണനെ മുതുകിൽ തെർമോകോൾ കത്തി ഉപയോഗിച്ച് കീറി മുറിവേൽപ്പിച്ചു എന്നാണ് പരാതി. മീറ്റ്ന പാറക്കൽ വീട്ടിൽ ബാലകൃഷ്ണന്റെ മുതുകിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. 30-ലധികം സ്റ്റിച്ചുകളുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പരിക്കേറ്റ ബാലകൃഷ്ണൻ ചികിത്സ തേടി. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയാണ് സംഭവമുണ്ടായത്. സഹോദരന്റെ മതിൽ കെട്ടുമ്പോഴുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സഹോദരന്റെ മകൻ സുരേഷ് ഗോപിയെ ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂർ പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം നിയമോപദേശം തേടും. അഡ്വക്കേറ്റ് ജനറലിനോടാണ് നിയമോപദേശം തേടുക. വേല വെടിക്കെട്ടിന് ഹൈക്കോടതി അനുമതി നൽകിയത് ഉൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാട്ടിയാണ് തൃശൂർ ജില്ലാ ഭരണകൂടം അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശം തേടുന്നത്. വെടിക്കെട്ട് നടത്താൻ എന്തെങ്കിലും നിയമ സാധുതയുണ്ടോ എന്ന് ആരായുകയാണ് നിയമോപദേശം തേടുന്നതിന്റെ ലക്ഷ്യം. മാഗസിനിൽ നിന്ന് ഫയർ ലൈനിലേക്ക് 200 മീറ്റർ ദൂരപരിധി വേണമെന്ന കേന്ദ്ര നിയമമാണ് തൃശൂർ പൂരം വെടിക്കെട്ടിന് പ്രധാന വെല്ലുവിളി. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അനിശ്ചിതത്വം ഉത്സവപ്രേമികളെ നിരാശരാക്കിയിട്ടുണ്ട്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ വിഷയത്തിൽ കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ MP-യുമായ സുരേഷ് ഗോപിയുടെ ഇടപെടലുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടം നിയമോപദേശം തേടുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പിരായിരി കൊടുന്തിരപ്പുള്ളിയിൽ നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ഹാർഡ്വെയർ ഷോപ്പ് ഇടിച്ചു തകർത്തു. സംഭവ സമയത്ത് കടയിൽ ആളുകളില്ലാത്തതിനാൽ വൻ ദുരന്തമൊഴിവായി. അപകടത്തിൽ ലോറി ഡ്രൈവർ ഉൾപ്പെടെ ആർക്കും പരിക്കില്ല. കല്ലേക്കാട് ഭാഗത്തു നിന്ന് രാജീവ് ഗാന്ധി ആശുപത്രി വഴി കൊടുന്തിരപ്പുള്ളിയിലേക്ക് വരികയായിരുന്ന ടിപ്പർ ലോറിയാണ് കൊടുന്തിരപ്പുള്ളി ഗ്രാമം റോഡിന് സമീപത്ത് വെച്ച് ബ്രേക്ക് നഷ്ടപ്പെട്ട് ഹാർഡ്വെയർ ഷോപ്പിലേക്ക് ഇടിച്ചു കയറിയത്. സംഭവ സമയത്ത് കടയിൽ ആളുകളില്ലാത്തതിനാൽ വലിയ അപകടമൊഴിവായി. മണലുമായി പിരായിരി ഭാഗത്തേക്ക് വരികയായിരുന്ന ചേങ്ങാട് സ്വദേശിയുടെ ടിപ്പർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. പ്രധാന ജംഗ്ഷനിലേക്ക് കടക്കുന്നതിനു മുമ്പ് വലിയ അപകടമുണ്ടാകാതിരിക്കാൻ വാഹനം കടയിലേക്ക് ഇടിപ്പിച്ചു നിർത്തിയതാണെന്ന് ഡ്രൈവർ പറഞ്ഞു. സംഭവത്തിൽ ഡ്രൈവർക്ക് ഉൾപ്പെടെ ആർക്കും പരിക്കില്ല. അപകടത്തിൽ കടയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാത്തൂർ ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരനാണ് പ്രഖ്യാപനം നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി K ഗോപകുമാർ, വാർഡ് മെമ്പർ K രാധാകൃഷ്ണൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ ശാന്ത നാരായണൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ G അനിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി PV അനീഷ് സ്വാഗതവും VEO അഞ്ജു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി.
മാലിന്യമുക്ത നവകേരള മോങ്ങല്ലൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. ചടങ്ങിൽ ഉപഹാര വിതരണവും ഉണ്ടായിരുന്നു. ഇന്ന് ഓങ്ങല്ലൂർ മാലിന്യമുക്തം നവകേരളത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയത്. നമ്മുടെ പഞ്ചായത്തുകളിലെ വിവിധ ഘടക സ്ഥാപനങ്ങളിലും അതുപോലെ എല്ലാ പരിസരം മെയിൻ കേന്ദ്രങ്ങളായ ടൗണുകളും നമ്മൾ മാലിന്യമുക്തമാക്കി മാറ്റിയിട്ടുണ്ട്. അതിന് പഞ്ചായത്ത് തലത്തിലും ഇന്ന് മാലിന്യമുക്തമാക്കി മാറ്റിയായി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരും. പഞ്ചായത്ത് സെക്രട്ടറി ജഗദീഷ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മികച്ച രീതിയിൽ സ്ഥാപനങ്ങളും വീടുകളും പരിസരവും ശുചീകരിക്കുകയും എല്ലാ മാസവും കൃത്യമായി ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകുകയും മാന്യമായ പെരുമാറ്റവുമുള്ള ഓരോ വാർഡിൽ നിന്നും തെരഞ്ഞെടുത്ത വ്യക്തികളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. വൈസ് പ്രസിഡന്റ് ടി.പി. രജീഷ് അധ്യക്ഷത വഹിച്ചു. പ്രിയ പ്രശാന്ത്, പുഷ്പലത, മുജീബുദ്ദീൻ, സെക്രട്ടറി ജഗദീഷ്, ജോമോൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി MLA പ്രഖ്യാപനം നിർവഹിച്ചു. ഇവിടെയെല്ലാം ചില ഇടപെടലുകൾ നടത്തി അവരെല്ലാം തന്നെ ഹരിത സംവിധാനങ്ങളാക്കി മാറ്റി. ഹരിത അയൽക്കൂട്ടങ്ങളായി, ഹരിത വിദ്യാലയങ്ങളായി, ഹരിത അംഗൻവാടിയായി, അല്ലേ, ഹരിത സ്കൂളായി മാറി, ഹരിത ഓഫീസായി മാറി. പഞ്ചായത്ത് ഓഫീസും യൂട്ടിലിറ്റി സ്ഥാപനങ്ങളും പൊതു ഓഫീസുകളെല്ലാം ഈ നിലയിൽ പ്രകൃതിദത്തമായ കാര്യങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന നിലയിലേക്ക് മാറുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, പഞ്ചായത്ത് അംഗങ്ങളായ M ഉണ്ണികൃഷ്ണൻ, AK ജയശ്രീ, PC സുമ, ഷഫീന, VC പ്രീത, VM അൻവർ സാദിഖ്, AA ഷിഹാബ്, അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുൾ സലീം, സെക്രട്ടറി ബിന്ദു എന്നിവർ സംസാരിച്ചു. ഹരിത വിദ്യാലയം ഉപജില്ലാ അവാർഡ് നേടിയ മണ്ണൂർ AEP സ്കൂൾ, ഹരിത അയൽക്കൂട്ടം, ഹരിത വായനശാല എന്നിവർക്കുള്ള ഉപകാരങ്ങളും MLA സമ്മാനിച്ചു. മണ്ണൂരിലെ ഹരിതകർമ്മസേന അംഗങ്ങളെയും MLA ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി വനിതകൾക്ക് സ്വയം തൊഴിലിന്റെ ഭാഗമായി ഇരുചക്ര വാഹനം വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. 11 വനിതകൾക്കാണ് ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തത്. 5,50,000 രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K രാധാമോഹൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V വിനീത, വാർഡ് മെമ്പർമാരായ NK ശശിധരൻ, K രാധാകൃഷ്ണൻ, K മിനിമോൾ, ലക്ഷ്മിക്കുട്ടി, MR രജിത, V അംബിക, S ഗീത, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി A അജിത, അസിസ്റ്റന്റ് സെക്രട്ടറി CY ഗ്ലോറി മോൾ ജോൺ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടികജാതി വികസന വകുപ്പിന്റെ കുഴൽമന്ദം ബ്ലോക്കിലെ 2024-2025 വർഷത്തെ സേഫ് പഠനമുറി ഗുണഭോക്താക്കളുടെ സംഗമവും ഒന്നാം ഗഡു വിതരണവും കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V പങ്കജാക്ഷൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NM ഇന്ദിര, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സിദ്ദിഖ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ K കുഞ്ഞലക്ഷ്മി, സമീന നൈനാർ, നിരഞ്ജന എന്നിവർ സംസാരിച്ചു. പഠനമുറി സേഫ് പദ്ധതികളുടെ ഒന്നാം ഗഡു വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ K സുന്ദരൻ പദ്ധതി വിശദീകരണം നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മതമൈത്രി കാത്തു സംരക്ഷിക്കുക എന്ന സന്ദേശത്തോടെ മണ്ണൂർ കൊട്ടക്കുന്ന് സ്റ്റാർ ബോയ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. ജാതിമത ഭേദമന്യേ നിരവധി പേർ പങ്കെടുത്തു. കോട്ടക്കുന്ന് ജുമാ മസ്ജിദ് അങ്കണത്തിൽ വെച്ചായിരുന്നു നോമ്പുതുറ. ശീതളപാനീയങ്ങൾ, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയും ബിരിയാണിയും ഒരുക്കിയിരുന്നു. ക്ലബിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നോമ്പുതുറ സംഘടിപ്പിക്കാറുണ്ട്. TC ഹരിദാസ്, കനകരാജ്, ഷാജഹാൻ, ഷൗക്കത്ത് അലി, KS മുജീബ്, സൈനുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. കൊട്ടക്കുന്നിലെ പ്രിയപ്പെട്ട സ്റ്റാർ സ്പോർട്സ് ആൻഡ് ക്ലബ്ബ് നടത്തുന്ന ഈ ഇഫ്താർ സംഗമം വളരെ ശ്രദ്ധേയമായൊരു പരിപാടിയാണ്. മണ്ണൂരിൻ്റെ കൊട്ടക്കുന്നിൻ്റെ എല്ലാവരെയും ചേർത്തിണക്കിക്കൊണ്ട് ഏറെ നല്ല കാര്യങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഈ ക്ലബ്ബ് ഈ വിശുദ്ധ റമദാനിൽ കൊട്ടക്കുന്ന് പള്ളിയിൽ സംഘടിപ്പിച്ച ഈ നല്ലൊരു പരിപാടിയെ ഏറെ സ്നേഹത്തോടെ, ഏറെ സ്നേഹാദരങ്ങളോടെ അഭിനന്ദിക്കുകയാണ്. 60 വർഷം പിന്നിടുന്ന മുള്ളൂർക്കര ഇരുന്നലങ്കോട് ജനകീയ വായനശാലയുടെ വാർഷികാഘോഷങ്ങൾ ഏപ്രിൽ 26 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനുള്ള സ്വാഗത സംഘ രൂപീകരണം വായനശാല പ്രസിഡന്റ് വി ടി സുബ്രഹ്മണ്യന്റെ അധ്യക്ഷതയിൽ വായനശാലയിൽ നടന്നു. പി കെ മോഹൻദാസ് കൺവീനറും അബ്ദുൽ ലത്തീഫ് ജോയിന്റ് കൺവീനറും വി ടി സുബ്രഹ്മണ്യൻ, പി ടി അനീഷ് കുമാർ, പി എസ് രാഘവൻ എന്നിവരെ വൈസ് ചെയർമാൻമാരായും യോഗം തെരഞ്ഞെടുത്തു. ആഘോഷ പരിപാടികളോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും ആദരിക്കൽ ചടങ്ങും മൺമറഞ്ഞവരുടെ ഫോട്ടോ അനാച്ഛാദനവും നടക്കും. നമ്മുടെ ജനകീയ വായനശാലയുടെ വാർഷികാഘോഷം 61ാമത് വാർഷികാഘോഷമാണ് നമ്മൾ ഈ വരുന്ന ഏപ്രിൽ മാസം 26-ാം തീയതി സംഘടിപ്പിക്കുന്നത്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും അതുപോലെ തന്നെ വാർഷികാഘോഷത്തിൽ കലാപരിപാടികൾ, അതുപോലെ തന്നെ ആദരിക്കുന്ന പരിപാടികൾ, പഴയ കാല ആ പ്രവർത്തകരെല്ലാം നമ്മൾ ആദരിക്കുന്നുണ്ട്. ഇനി മാറ്റൊലി. എമ്പുരാൻ സിനിമാ വിവാദത്തിൽ നടൻ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭീരുത്വമാണ് ഇത്തരമൊരു ഖേദപ്രകടനത്തിന് പിന്നിലെന്ന് ചിലർ ആരോപിക്കുമ്പോൾ ഖേദപ്രകടനം മാന്യതയുടെ ഭാഗമാണെന്ന് വാദിക്കുന്നവരുമുണ്ട്. നിങ്ങൾ എന്ത് കരുതുന്നു? മാറ്റൊലിയിലേക്ക്. ഈ മോഹൻലാലും പൃഥ്വിരാജും ഗോകുലം ഗോപാലനും മുരളി ഗോപിയും ഇവരൊന്നും കൊച്ചു കുട്ടികളുമല്ല, തീരെ ബുദ്ധിയില്ലാത്തവരല്ല. ഒരു കഥ എഴുതുമ്പോൾ തന്നെ കഥാകൃത്തിനറിയാം, അത് കഴിഞ്ഞ് സബ്ജക്റ്റിൻ്റെ ഡിസ്കഷൻ നടക്കുമ്പോൾ മോഹൻലാലും പൃഥ്വിരാജിനും അറിയാം, അത് കഴിഞ്ഞ് പ്രൊഡ്യൂസറോട് പറയുമ്പോഴും കഥ പറയണമല്ലോ. അപ്പോൾ ഇത് വിവാദകരമായൊരു സബ്ജക്റ്റ് ആണെന്നുള്ളത് ഇവർക്ക് ആർക്കും അറിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ വിവാദങ്ങളിലൂടെ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ബിസിനസ് ചെയ്യാമെന്നുള്ള മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണ് ഈ സിനിമയുടെ കാര്യത്തിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം ആ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായി വലിയ വിവാദം ഉണ്ടാക്കി. അപ്പോൾ കുറേ പേര് ഇതിൻ്റെ ഒരു പ്രതിഷേധം കൊണ്ട് കാണാൻ പോയി, വേറെ ചിലർ എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി പോയി. അങ്ങനെ ഒരു വലിയ ഓളം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അത് മോഹൻലാലിൻ്റെ കുറച്ച് കാലത്തെ സിനിമകളുടെ പരാജയത്തിൽ നിന്നും തിരിച്ചു വരവിലേക്ക് ഉണ്ടായിട്ടുള്ള ഒരു തന്ത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നീട് അതിനൊരു മാപ്പ് പറഞ്ഞു എന്നുള്ള രീതിയിൽ അതും എടുക്കണ്ട, അത് മറ്റൊരു തന്ത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം മോഹൻലാൽ മാപ്പ് പറഞ്ഞു, അപ്പോൾ മോഹൻലാൽ അല്ലെങ്കിൽ അതിനെ ക്ഷമ ചോദിച്ചു എന്ന് പറയുന്ന ഒരു മാന്യതയുടെ മുഖംമൂടി അണിയുകയും ആ ക്ഷമ ചോദിച്ചതിൻ്റെ ഭാഗമായിട്ട് കുറേ എതിർപ്പ് പ്രകടിപ്പിക്കുന്നവർക്ക് ഒരു അനുകമ്പം ഉണ്ടാവുകയും അതിൽ നിന്ന് സിനിമ കാണാനുള്ള ഒന്ന് കണ്ടു നോക്കാം എന്ന് തോന്നുന്നൊരു വികാരം കാണില്ല എന്ന് പറഞ്ഞവരിലേക്ക് കൂടി ഇഞ്ചക്ഷനായി കുത്തിവെച്ചു എന്നാണ് ഈ സംബന്ധം മനസ്സിലാക്കേണ്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. പുണ്യങ്ങളുടെ പൂക്കാലം പിന്നിട്ട മുസ്ലിം സമൂഹത്തിന് ആത്മഹർഷത്തിന്റെ ചെറിയ പെരുന്നാൾ. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ 10,000 പങ്കെടുത്തു. വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിച്ചത് വ്രതനാളുകളിൽ ആർജിച്ച ഹൃദയവിശുദ്ധിയോടെ. പെരുന്നാൾ ദിനത്തിൽ ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുത്ത് വിശ്വാസികൾ. പാലപ്പുറം ഇത്തനത്തുൾ മുസ്ലിം ജമാഅത്തിന്റെ ത്രൈമാസ ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കം. ഷൊർണൂരിൽ ലഹരിക്കെതിരെ ഈദ് സൗഹൃദ ചങ്ങല. നഗരത്തിൽ വിശ്വാസികൾ കണ്ണിചേർന്നത് നുസ്രത്തുൽ ഇസ്ലാം മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. വിവിധ ഈദ്ഗാഹുകളിൽ ലഹരിക്കെതിരെ അതീവ ജാഗ്രത പാലിക്കാൻ ആഹ്വാനം. തൃശൂർ പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടും. പൂരം വെടിക്കെട്ടിന് പ്രധാന വെല്ലുവിളി കേന്ദ്ര നിയമം. ഒറ്റപ്പാലം മീറ്റ്നയിൽ അതിർത്തി തർക്കത്തിനിടെ സഹോദരങ്ങൾ തമ്മിൽ സംഘർഷം. ജ്യേഷ്ഠ സഹോദരനും മകനും ചേർന്ന് അനുജനെ തെർമോക്കോൾ കത്തി ഉപയോഗിച്ച് മാരകമായി പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റത് മീറ്റ്ന പാറക്കൽ വീട്ടിൽ ബാലകൃഷ്ണന്. മുതുകിൽ 30ഓളം തുന്നലുകൾ. ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു. സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം യജ്ഞവുമായി കൈകോർത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. വൃത്തിയുള്ള കേരളം എന്ന ലക്ഷ്യത്തോടെ നഗരഗ്രാമങ്ങളിൽ വിപുലമായ കർമ്മ പദ്ധതികൾ. മാത്തൂർ, മണ്ണൂർ പഞ്ചായത്തുകളെ മാലിന്യമുക്ത ഗ്രാമങ്ങളായി പ്രഖ്യാപിച്ചു. ഓങ്ങല്ലൂരിൽ മാലിന്യമുക്ത നവകേരളം പഞ്ചായത്ത് തല ഉദ്ഘാടനം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.